എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അതും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് റവയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനതൊരു മിക്സ്ഡ് ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് വറുത്തിട്ടുള്ള റവയാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വറുക്കാത്ത റവയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 4 ഏലക്ക കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പൗഡർ പോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് പൊടിച്ചെടുക്കട്ടെ. കണ്ടോ, ഇപ്പോൾ ഇതേപോലെ നല്ല പൗഡർ പോലെ തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനതൊരു പാനിലേക്ക് 250 ഗ്രാം ശർക്കരയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ശർക്കരയെല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരും. ഇപ്പോൾ കണ്ടോ, ശർക്കരയെല്ലാം മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ എടുക്കുന്നതിലേക്ക് മുൻപായിട്ട് ഇതൊന്ന് അരിച്ചിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിന് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഈ സ്നാക്കിലേക്ക് കുറച്ച് റൈസിൻസ് എള്ളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞാൻ കുറച്ച് റൈസിൻസ് എടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് ഫ്രൈ ആവാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ള് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇപ്പോൾ കണ്ടോ, ഇത് രണ്ടും നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ നെയ്യോട് കൂടി തന്നെ വേണം കേട്ടോ നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കുമ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിങ്ങനെ തന്നെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പൊടിച്ചെടുത്തിട്ടുള്ള റവയില്ലേ, ഇതിലേക്ക് 3/4 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഗോതമ്പ് പൊടിയും റവയും ഉപ്പും എല്ലാം നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ തന്നെ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നല്ലതുപോലെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനിയില്ലേ, ഇത് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അരിച്ചെടുക്കണം എന്നുള്ളത്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇതിങ്ങനെ തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പാലും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമ്മുടെ ഈ ഒരു സ്നാക്കിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് സോഡയൊക്കെ എല്ലായിടത്തേക്കും സ്പ്രെഡ് ആവുന്ന രീതിയിൽ തന്നെ കുറച്ച് നേരം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ കണ്ടോ, ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ റവയൊക്കെ കുതിർന്നിട്ട് ഇതെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 10 മിനിറ്റ് കഴിയട്ടെ, അതിന് ശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇതെല്ലാം കുതിർന്ന് വന്നപ്പോൾ കണ്ടോ ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നു. അത് തന്നെയല്ല, അത് ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാവ് ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ ആ ഒരു ലൂസിൽ വേണ്ടേ നമുക്ക് കിട്ടാനായിട്ട്. ഇതിങ്ങനെ തിക്കായിട്ടല്ല ഇരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനപ്പോൾ ഒരു 3/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. ഇങ്ങനെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ കണ്ടോ, നമ്മുടെ ബാറ്റർ ഈ ഒരു ലൂസിലാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഒരുപാട് തിക്കുമല്ല എന്നാൽ ഒരുപാട് ലൂസുമല്ലാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക. നമുക്ക് കോരി ഒഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള വെള്ളം മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട വന്നില്ല കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന റവയ്ക്കും ഗോതമ്പ് പൊടിക്കൊക്കെ അനുസരിച്ചിട്ട് നമ്മുടെ വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസം വരും. അപ്പോൾ നിങ്ങളിങ്ങനെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കുക.
അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള റൈസിൻസും എള്ളുമില്ലേ അതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാം ദേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ട്ടാ. അപ്പോൾ നമ്മുടെ മാവ് നോക്കിയേ ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ വേണം ട്ടോ റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് സ്നാക്ക് റെഡിയാക്കി തുടങ്ങാം. ഇനി ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ ഉണ്ണിയപ്പൊക്കെ റെഡിയാക്കി എടുക്കില്ലേ? ഇതാണ് ട്ടോ. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ്ക്ക് പകരമായിട്ട് ഇനി വെളിച്ചെണ്ണ വേണമെങ്കിൽ അതായാലും ചേർത്ത് കൊടുത്താൽ മതി ട്ടോ. പിന്നെ നമ്മൾ നെയ്യിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇത് നിറച്ചൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ട്ടാ. ഇതേപോലെ ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൂടാക്കരുത് ട്ടാ. ഒരു മീഡിയം ചൂട് വേണം ഇതിന് ഉണ്ടാവാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. പക്ഷേ നമുക്ക് അകത്തൊന്നും വേവാതെ കിട്ടും. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ നെയ്യൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലെല്ലാത്തിലേക്കും മാവ് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ എല്ലാത്തിലേക്കും ഞാൻ ദേ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ സൈഡ് കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം കൂടി ഞാനിതൊന്ന് കുക്ക് ചെയ്തെടുത്തു. അപ്പോൾ കണ്ടോ 2 സൈഡ് നമുക്ക് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ ബാക്കി മാവെല്ലാം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടാവും ട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നല്ല സോഫ്റ്റും നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ഒരു സ്നാക്കാണ് ട്ടോ. ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് ട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.